ഹലോ ഗൈസ്, മുഹമ്മദ് സ്വാഗതമാണ്. ഇപ്പം നമ്മൾ പറയുന്നൊരു ചാമ്പക്ക വേര് പിടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ ഐവൻ്റെ വക്കത്താട്ടാ, ഐവ കണ്ടില്ലേ, നമ്മളെ സ്വാഗതമാട് പാലച്ചറമാട് ബൈപ്പാസിലെ ചെനക്കലിന് ഇങ്ങോട്ട് ചെനക്കലാണ്, ഇങ്ങോട്ട് പാലച്ചറമാട് ഭാഗത്തേക്ക് പോകുന്ന ബൈപ്പാസിൻ്റെ ഭാഗത്താണ്. ഇവിടെ നമ്മളെ സാജു വയലേരം സാജുവിൻ്റെ പറമ്പിലാണ്. നല്ല ആപ്പിൾ ചാമ്പക്കാരനെ നല്ല മധുരമുള്ള ചാമ്പക്കയാണ് തന്നെ. അപ്പോൾ അത് റോഡിൻ്റെ സൈഡിൽ പെട്ടുപോയി. എൻ്റെ വീടൊക്കെ പൊളിഞ്ഞു പോയപ്പോൾ അവിടെ റോഡിൻ്റെ സൈഡിലാണ് ഇപ്പോൾ ഇത് വരുന്നത് മരം. അപ്പോൾ ഇതിൽ നിന്നൊരു 3-4 ചാമ്പക്ക വേര് പിടിപ്പിക്കുന്ന എയർ ലെയറിങ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന്. മൊബൈൽ പിടിക്കാൻ ആളില്ല, വീഡിയോ പിടിക്കാനുള്ള ആളില്ല. അപ്പം അതുകൊണ്ട് എന്താ, പിന്നെ ഇവിടെ കിളികളൊക്കെ ഉണ്ട്, പക്ഷികളൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഒക്കെ വന്നിട്ട് സ്വാഗതമാടാണ്, അന്വേഷിച്ചാൽ അറിയാം. സുഹൈബിൻ്റെ കൃഷിയിടാണ് ഇത്. പ്രാവുകളെല്ലാ തരം കിളികളും ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതിമെന്നാണ് നമുക്കിപ്പോൾ ബെഡ് ചെയ്യാനുള്ളത്. നല്ല ചമ്പക്കണി. അപ്പോൾ നേരെ വീഡിയോയിലിട്ട് പോവാം. നമ്മളിങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. സാധാരണ ചെയ്യുന്ന മാതിരി തന്നെ ഈ കൊമ്പിൽ 2 ചെയ്തിട്ടുള്ളത് കേട്ടോ. ചാമ്പക്ക ഒന്നവിടെ മുകളിൽ ചെയ്തേക്കണേ, ലേശം ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പൊന്ത വെച്ച് കെട്ടിക്കൊടുത്താൽ, ചപ്പ് കെട്ടിക്കാണ്ട് ഒന്നുപടിയും ചെയ്യാണ്ട് അതിൻ്റെ തൊലിയും കണ്ട് നീക്കി കൊടുക്കുക. തൊലി ഒഴിവാക്കിയതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അവിടെ മണ്ണ് അതിൻ്റെ പൊട്ടി മിശ്രിതം ചേർത്തിട്ട് ഇതേമാതിരി കീസിലാക്കിയിട്ട് കെട്ടി കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഹോർമോൺ വെച്ചു. അങ്ങനെ 1-2 ഹോർമോൺ ചേർത്തിട്ടാണ് അതൊക്കെ വീഡിയോ. അപ്പോൾ നമ്മൾ മൊത്തം അതിൽ 4 ചെയ്തിട്ടാണ്. ചാമ്പക്ക 4 എയർ ലെയറിങ്ങാണ് ചെയ്തിട്ടുള്ളത്. പൊന്ത വെച്ച് കെട്ടി കൊടുക്കാം, ചപ്പ് വെച്ച് കെട്ടി കൊടുക്കാൻ. ഇവിടെ ഭയങ്കര വെയിലടിയുള്ള നല്ല ഒഴിഞ്ഞ ഭാഗമാണ്. വെയിലട്ടി നമ്മൾ മണ്ണ് പെട്ടെന്ന് ഉള്ളിൽ ഉണങ്ങിപ്പോവും. കുറച്ച് ഈർപ്പം നിൽക്കണം. 3 മാസമെങ്കിലും നല്ല ഈർപ്പം നിന്നാലേ ഇവിടെ നിന്നാണ് നല്ല ഒഴിഞ്ഞ പ്രദേശം, സൂര്യൻ ഇങ്ങോട്ടേ വരുള്ളൂ. ആ വെയിലിനെ ഉണങ്ങിപ്പോവും. അതിന് ചെറിയൊരു പുല്ല് പറിച്ചിട്ടേ പിന്നെ മുകളിലൊന്ന് സപ്പോർട്ടിങ് ചെയ്ത് കൊടുത്താൽ ഉണക്കം അത് ഉണങ്ങും. എന്തായാലും ഒരു മുൻകരുതലായിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിൽ നിന്നാണ് ചെയ്യാനുള്ളത് കേട്ടോ. മാതോളി നല്ല മധുരമുള്ള മാതോളിയാണ്. അപ്പോൾ എനിക്ക് ഒഴിവാക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഈ മാതോളിമെന്നാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. എവിടെ ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ളത് അറിയില്ല. നോക്കട്ടെ, കോണി കിട്ടിയാൽ നല്ലതാവും. കോണിമ തന്നെ ചെയ്യുന്നത്. മാതോളി എല്ലാം ഉണ്ട് അവിടെയൊക്കെ പൂത്തത് അങ്ങനെ നിൽക്കണം. കണ്ടേ, അവിടെയൊക്കെ ഉണ്ട് പോയിക്കതേ. അവിടെയൊക്കെ മാതോളി. ഉണ്ട് ഇവിടെ നിന്നാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് വരണ്ടേ. ടെറസിൻ്റെ മുകളിൽ നിന്ന് ചെയ്യാൻ നല്ല സൗകര്യമാണ്. അടിയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വക കൊമ്പുകൾ എന്നുണ്ട്, ഇങ്ങനത്തെ ഈ ജാതി കൊമ്പുകൾ നമുക്ക് ചെയ്തിട്ടേ ഇതൊന്ന് ഇവിടെ ഒന്നുണ്ട് എല്ലാ കൊമ്പുകൾ ചെയ്യാം. ഇപ്പോൾ പെട്ടെന്ന് വേര് പിടിക്കാനൊക്കെ എളുപ്പമാവും. ഓക്കെ, വീഡിയോ പിടിക്കാനല്ലേ ആളുകളില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടില്ലേ, ഹോർമോൺ പറ്റി ഹോർമോൺ തേച്ച് കൊടുത്ത് 2 ഒന്നവിടെ ചെയ്തു. അങ്ങനെ 3 കേട്ടോ.
3 ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. നാരങ്ങ, മാതോളി. ഇവിടെ കുറച്ച് കാനലുള്ള ഭാഗം, എന്നാലും നല്ല കായ് ഉണ്ടായിരുന്നു, പുതിയ കായ് വരുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ നമ്മളെ പരിപാടി അവസാനിച്ച്. കണ്ടില്ലേ, എയർലാങ് ചെയ്ത് പൊതിഞ്ഞാണ് ചെയ്യുന്ന വീട്. 4 ചെയ്തു. 4 ചെയ്ത്. ഇത് നമ്മളെ കോയിൽ സാജുവിൻ്റെ അവിടെ, തേക്കാടൻ സാജുവിൻ്റെ അവിടെയാണ് പരിപാടി നടക്കേണ്ടത്. സോങ്ങനമാട് ടൗണിൻ്റെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ ആർക്കെങ്കിലും വല്ല കോഴികളോ കിളികളൊക്കെ ആവശ്യമുണ്ടെങ്കിലേ ഇവരുമായി ബന്ധപ്പെടുക, സ്വാഗതമായിട്ട് വരിക. ഓക്കെ. എൻ്റെ കിളീൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിൽ കേട്ടോ. എൻ്റെ നമ്പറൊന്ന് പറഞ്ഞോ. ഓർക്കണ്ട. 95 44 100 112 112 ലാസ്റ്റ്. അപ്പോൾ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ എന്താ കിളികളോ എന്തൊക്കെ എന്താണ് പക്ഷികൾ ഏത് വേണമെങ്കിലും അതിൻ്റെ അടുത്ത് ബന്ധപ്പെട്ടാൽ മതി. സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ആൺകുട്ടികളുണ്ട്, ആടുകളുണ്ടോ? ആടുകളുണ്ട്. ആടുകൾ ആവശ്യമുള്ളവരും ആടുകൾ ബന്ധപ്പെട്ടോളി. വിലയാണ് ഇപ്പോൾ സാജുവിനെ എല്ലാവർക്കും അറിയും. അറിയാത്തുണ്ടെങ്കിൽ കോയലിൻ്റെ ആളുകളൊക്കെ വില തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ വെറുതെ ഒന്നാണ് യൂട്യൂബിലുണ്ട് വീഡിയോ എന്നുള്ളത്. അപ്പം എൻ്റെ ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3 മാസം നമ്മൾ വെയിറ്റ് ചെയ്യുക. നല്ല സ്പോട്ട് നോക്കിയിട്ട് നല്ല വെയിലിട്ടുണ്ട് കൊടുത്തൊക്കെ മുറിച്ച് നട്ട് വെക്കുക. അപ്പോൾ ആ വീഡിയോ കാണുന്ന ആളുകളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ അടിച്ചാൽ നമ്മളെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ലൈക്കൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അസ്സലാമു അലൈക്കും.